നമ്മുടെ രക്ഷയാകുന്ന ദൈവമായി നാൾതോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന കർത്താവ് വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവം നമുക്ക് ഉദാഹരണങ്ങളുടെ ദൈവമാകുന്നു. മരണത്തിൽ നിന്നുള്ള നീക്കുപോക്കുകൾ കർത്താവായ യഹോവയ്ക്കുള്ളവ തന്നെ. അതേ, ദൈവം തൻ്റെ ശത്രുക്കളുടെ തലയും തൻ്റെ അകൃത്യത്തിൽ നടക്കുന്നവൻ്റെ രോമമുള്ള നെറുകയും തകർത്തുകളയും. നീ നിന്റെ ശത്രുക്കളുടെ രക്തത്തിൽ കാൽ മുക്കേണ്ടതിനും അവരുടെ മാംസത്തിൽ നിന്റെ നായ്ക്കളുടെ നാവിന് ഓഹരി കിട്ടേണ്ടതിനും ഞാൻ അവരെ ഭാഷയിൽ നിന്ന് മടക്കി വരുത്തും. സമുദ്രത്തിൻ്റെ ആഴങ്ങളിൽ നിന്ന് അവരെ മടക്കി വരുത്തും. ദൈവമേ, അവർ നിന്റെ എഴുന്നള്ളത്ത് കണ്ടാൽ എൻ്റെ ദൈവവും രാജാവുമായവൻ്റെ വിശുദ്ധ മന്ദിരത്തേക്കുള്ള എഴുന്നള്ളത്ത് തന്നെ. സംഗീതക്കാർ മുമ്പിൽ നടന്നു, വീണക്കാർ പിമ്പിൽ നടന്നു, തപ്പുകൊട്ടുന്ന കന്യകമാർ ഇരുപുറവും നടന്നു. ഇസ്രായേലിൽ നിന്നുള്ളവരെ, സഭായോഗങ്ങളിൽ നിങ്ങൾ കർത്താവായ ദൈവത്തെ വാഴ്ത്തുവീൻ. അവിടെ അവരുടെ നായകനായ ചെറിയ ബെന്യാമീനും യഹൂദ പ്രഭുക്കന്മാരും അവരുടെ സംഘവും സെബൂലൻ പ്രഭുക്കന്മാരും നഫ്താലി പ്രഭുക്കന്മാരും ഉണ്ട്. നിന്റെ ദൈവം നിനക്ക് ബലം കൽപ്പിച്ചിരിക്കുന്നു. ദൈവമേ, നീ ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചത് സ്ഥിരപ്പെടുത്തണമേ. യെരൂശലേമിലുള്ള നിന്റെ മന്ദിര നിമിത്തം രാജാക്കന്മാർ നിനക്ക് കാഴ്ച കൊണ്ടുവരും. ഞാങ്ങളുടെ ഇടയിലെ ദുഷ്ടജന്തുവിനെയും ജാതികൾ വെള്ളിവാളങ്ങളോടുകൂടെ വന്ന് കീഴടങ്ങും വരെ അവരുടെ കാളക്കൂട്ടത്തെയും പശുക്കിടാങ്ങളെയും ശാസിക്കണമേ. യുദ്ധതൽപരനായ ജാതികളെ ചിതറിക്കണമേ. മിസ്രയീമിൽ നിന്ന് മഹത്തുക്കൾ വരും. കൂശ് വേഗത്തിൽ തന്റെ കൈകളെ ദൈവത്തിലേക്ക് നീട്ടും. ഭൂമിയിലെ രാജ്യങ്ങളെ ദൈവത്തിന് പാടുവീൻ, കർത്താവിന് കീർത്തനം ചെയ്യുവീൻ. പുരാതന സ്വർഗാദി സ്വർഗങ്ങളിൽ വാഹനമേറുന്നവന് പാടുവീൻ. ഇതാ, അവൻ തന്റെ ശബ്ദത്തെ, ബലമേറിയൊരു ശബ്ദത്തെ കേൾപ്പിക്കുന്നു. ദൈവത്തിന് ശക്തി കൊടുപ്പീൻ. അവന്റെ മഹിമ ഇസ്രായേലിന്മേലും അവന്റെ ബലം മേഘങ്ങളിലും വിളങ്ങുന്നു. ദൈവമേ, നിന്റെ വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് നീ ഭയങ്കരനായി വിളങ്ങുന്നു. ഇസ്രായേലിന്റെ ദൈവം തന്റെ ജനത്തിന് ശക്തിയും ബലവും കൊടുക്കുന്നു. ദൈവം വാഴ്ത്തപ്പെടുമാറാകട്ടെ.
സന്തോഷവാമത്തിലപ്പുറേ മൂടന്റെ ഗീതം കേൾക്കുന്നതിനേക്കാൾ ജ്ഞാനിയുടെ ശാസന കേൾക്കുന്നത് മനുഷ്യൻ നല്ലത്. മൂടന്റെ ചിരിയെ കവിന്റെ പേരെ കത്തുന്ന മുള്ളിന്റെ കൊടുകൊടി പോലെയാകുന്നു, അതും മായയത്രേ. കോഴ ജ്ഞാനിയുടെ ആരംഭത്തെക്കാൾ അവസാനം നല്ലത്. ഗർവമാനസനേക്കാൾ ക്ഷമാമാനസം ശ്രേഷ്ഠൻ. നിന്റെ മനസ്സിൽ അത്ര വേഗം നീരസം ഉണ്ടാകരുത്. മൂടന്മാരുടെ മാറിലല്ലോ നീരസം വസിക്കുന്നത്. പണ്ടത്തെ കാലയിപ്പെടുത്തതിനേക്കാൾ നന്നായിരുന്നതിന്റെ കാരണം എന്തായിരുന്നു നീ ചോദിക്കരുത്. നീ അങ്ങനെ ചോദിക്കുന്നത് ജ്ഞാനമല്ലോ. ജ്ഞാനമൊരു അവകാശം പോലെ നല്ലത്. സകല ഭൂവാസികൾക്കും അത് ബഹുവിശേഷം. ജ്ഞാനം ഒരു ശരണം, ദ്രവ്യവും ഒരു ശരണം. ജ്ഞാനമോ ജ്ഞാനിയുടെ ജീവനെ പാലിക്കുന്നു. ഇതത്രേ പരിജ്ഞാനത്തിന്റെ വിശേഷത. ദൈവത്തിന്റെ പ്രവൃത്തിയെ നോക്കുക, അവൻ വളച്ചതിനെ നേരെയാക്കുവാൻ ആർക്കു കഴിയും? സുഖകാലത്തെ സുഖമായിരിക്കുക, അനർത്ഥകാലത്തോ ചിന്തിച്ചുകൊള്ളുക. മനുഷ്യൻ തന്റെ ശേഷം വരുവാനുള്ളതൊന്നും ആരാഞ്ഞറിയാതെ ഇരിക്കേണ്ടതിന് ദൈവം രണ്ടിനെയും ഉണ്ടാക്കിയിരിക്കുന്നു. ദീർഘാശായിരിക്കുന്ന ദുഷ്ടനുമുണ്ട്. അതിനീതിമാനായിരിക്കരുത്, അതിജ്ഞാനിയായിരിക്കുകയും വരുത്. നിന്നെ എന്തിനെ നശിപ്പിക്കുന്നു? അതിദുഷ്ടനായിരിക്കരുത്, മൂടനായിരിക്കുകയും വരുത്. കാലത്തിനു മുമ്പേ നീ എന്തിനു മരിക്കുന്നു? നീ ഇത് പിടിച്ചുകൊണ്ടാൽ കൊള്ളാം, അല്ലെങ്കിൽ നിന്റെ കൈ കുറച്ചു കളയരുത്. ദൈവഭക്തൻ ഇവയെല്ലാറ്റിൽ നിന്നും ഒഴിഞ്ഞു പോരും. ഒരു പട്ടണത്തിൽ 10 കലോശാലികൾ ഉള്ളതിനേക്കാൾ ജ്ഞാനം ജ്ഞാനിക്ക് അധികം ബലം. പാപം ചെയ്യാതെ നന്മ മാത്രം ചെയ്യുന്ന ഒരു നീതിമാനും ഭൂമിയിലില്ല. പറഞ്ഞു കേൾക്കുന്ന സകല വാക്കിനും നീ ശ്രദ്ധ കൊടുക്കരുത്. നിന്റെ ദാസൻ നിന്നെ ശപിക്കുന്നത് നീ കേൾക്കാതിരിക്കേണ്ടതിന് തന്നെ. നീയും പല പ്രാവശ്യം മറ്റുള്ളവരെ ശപിച്ച പ്രകാരം നിനക്ക് 10,000 പേരിൽ ഒരു പുരുഷനെ ഞാൻ കണ്ടെത്തി. എങ്കിലും ഇത്രയും പേരിൽ ഒരു സ്ത്രീയെ കണ്ടെത്തിയില്ല എന്നോർക്കേ. ഒരു കാര്യം മാത്രം ഞാൻ കണ്ടിരിക്കുന്നു, ദൈവം മനുഷ്യനെ മേലുള്ളവനായി സൃഷ്ടിച്ചു. അവരോ അനേക സൂത്രങ്ങളെ അന്വേഷിച്ചു വരുന്നു. എന്നെയും
ഞങ്ങളുടെ അമ്മയുടെ വേർപാടിൽ ഞങ്ങൾ ഇവിടെ ആയിരിക്കുമ്പോൾ അവിടെ നിങ്ങളോട് കൂടെ ഇരുന്ന് ആശ്വസിപ്പിക്കുന്ന ദൈവമാകിയാൽ ഞങ്ങളെ സ്തുതിക്കുന്നു. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്ന അരുളിച്ചെയ്യുന്നതാ. അവിടെ ഞങ്ങളോട് കൂടെയുള്ള വൻ കൃപയ്ക്കായിട്ട് സ്തോത്രം. സകലത്തെ നിയന്ത്രിക്കുന്ന ദൈവം അവിടുന്ന് ആകിയാൽ ഞങ്ങളെ സ്തുതിക്കുന്നു. കർത്താവേ, സകല ചരാചരങ്ങളെയും നിർമ്മിച്ചവനും നിയന്ത്രിക്കുന്നവനോടുന്നാകിയാൽ ഈ കർത്താവേ പകൽക്കാലം ഞങ്ങൾ അവിടുത്തെ പാദപീഠത്തിൽ മുറ്റുമായിട്ട് താഴ്ത്തി സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കുറവുകളൊന്നും ഓർക്കരുതേ, ഞങ്ങളുടെ കർത്താവേ ബലഹീനതകൾ കണക്കിടരുതേ. ഞങ്ങൾക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവം ജീവിക്കുന്നവൻ കൃപയ്ക്കായിട്ട് സ്തോത്രം. മുറ്റുമായിട്ട് കാലാവസ്ഥയെ അവിടുത്തെ കരങ്ങളിൽ വയ്ക്കുന്നു. അതേ മഴയെയും കാറ്റിനെയും കടലിനെയും ശാസിച്ച ദൈവമേ, ഈ പകൽക്കാലം അവിടുന്ന് അത്ഭുതം പ്രവർത്തിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ അമ്മയുടെ യാത്രയെ ഏറ്റവും അനുഗ്രഹമായിട്ട് സമാധാനത്തോടെ സന്തോഷത്തോടെ ആയിരിക്കാൻ തക്കോണം കടന്നു വരേണ്ടവരൊക്കെയും കൂട്ടി വരത്തക്കോണം കാലാവസ്ഥയെ അവിടുന്ന് അനുകൂലമാക്കി ഞങ്ങൾക്ക് തെരുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണുമെന്ന് നിന്റെ വാഗ്ദത്തമാകിയാൽ താവേ പകൽക്കാലം താവേ അവിശ്വാസത്തോടെ ഞങ്ങൾ അവിടുത്തെ പാദപീഠങ്ങൾ താഴ്ത്തി സമർപ്പിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി കരുതുന്നവനായ ഒരു ദൈവം, ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവം, അവിടുത്തെ കരം ഇന്നും മന്ദമായിട്ടില്ല, കുറുതായിട്ടില്ല. ഞങ്ങളെ സ്തുതിക്കുന്നു. മുറ്റുമായിട്ട് അവിടുത്തെ കരങ്ങൾ വയ്ക്കുന്ന പച്ച ഏറ്റവും അനുഗ്രഹമായ ഒരു യാത്രയെ കൊടുക്കുവാൻ തക്കോണം ഞങ്ങളെ അവിടുന്ന് സഹായിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടവൻ കൃപയ്ക്കായിട്ട് സ്തോത്രം. സകലമാനവും മഹത്വം നാഥനെടുക്കുമാറാണ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ അപേക്ഷിക്കുന്നു. ദയയുണ്ടായി കേൾക്കുമാറാണ്. ആമേൻ. അവന്റെ നാമത്തെ ഉയർത്തുക. ഞാൻ യഹോവയോട് അപേക്ഷിച്ചു, അവൻ എനിക്ക് ഉത്തരമരുളി എന്റെ സകല ഭയങ്ങളിൽ നിന്നും എന്നെ വിടുവിച്ചു. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജിച്ചു പോയതുമില്ല. ഈ എളിയവൻ നിലവിളിച്ചു, യഹോവ കേട്ടു, അവന്റെ സകല കഷ്ടങ്ങളിൽ നിന്നും അവനെ രക്ഷിച്ചു. യഹോവയുടെ ദൂതൻ അവന്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയമിറങ്ങി അവനെ വിടുവിക്കുന്നു. യഹോവ നല്ലവനെന്ന് രുചിച്ചറിവീൻ, അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. യഹോവയുടെ വിശുദ്ധന്മാരെ അവനെ ഭയപ്പെടുവീൻ, അവന്റെ ഭക്തന്മാർക്കൊന്നിനും മുട്ടില്ലല്ലോ.
ബാലസമങ്ങളും ഇരകിട്ടാതെ വിശന്നിരിക്കും. യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും കുറവില്ല. മക്കളെ, വന്ന് എനിക്ക് ചെവി തരുവേൻ. യഹോവയോടുള്ള ഭക്തിയെ ഞാൻ ഉപദേശിച്ചു തരാം. ജീവനെ ആഗ്രഹിക്കുകയും നന്മ കാണേണ്ടതിന് ദീർഘായുസ്സ് ഇച്ഛിക്കുകയും ചെയ്യുന്നവനാ. ദോഷം ചെയ്യാതെ നിന്റെ നാവിനെയും വ്യാജം പറയാതെ നിന്റെ അതിരത്തെയും കാത്തുകൊള്ളുക. ദോഷം വിട്ടകന്ന് ഗുണം ചെയ്യുക, സമാധാനം അന്വേഷിച്ച് പിന്തുടരുക. യഹോവയുടെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവന്റെ ചെവി അവരുടെ നിലവിളിക്കും തുറന്നിരിക്കുന്നു. ദുഷ്പ്രവൃത്തിക്കാരുടെ ഓർമ്മയെ ഭൂമിയിൽ നിന്ന് ഛേദിച്ചു കളയേണ്ടതിന് യഹോവയുടെ മുഖം അവർക്ക് പ്രതികൂലമായിരിക്കുന്നു. നീതിമാന്മാർ നിലവിളിച്ചു, യഹോവ കേട്ടു, സകല കഷ്ടങ്ങളിൽ നിന്നും അവരെ വിടുവിച്ചു. ഹൃദയം നുറങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. നീതിമാൻ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു, അവ എല്ലാറ്റിൽ നിന്നും യഹോവ അവനെ വിടുവിക്കുന്നു. അവന്റെ അസ്ഥികളെ എല്ലാം അവൻ സൂക്ഷിക്കുന്നു, അവയിലൊന്നും ഒടിഞ്ഞു പോകുകയുമില്ല. അനർത്ഥം ദുഷ്ടനെ കൊല്ലുന്നു, നീതിമാനെ പായിക്കുന്നവർ ശിക്ഷ അനുഭവിക്കും. യഹോവ തന്റെ ദാസന്മാരുടെ പ്രാണനെ വീണ്ടുകൊള്ളുന്നു, അവനെ ശരണമാക്കുന്നവരാരും ശിക്ഷ അനുഭവിക്കുകയില്ല. സമയം 4 മണിക്ക് സംസ്കാര ശുശ്രൂഷയുടെ തുടക്കമായിരുന്നു. എന്നാൽ മഴയുടെ അസ്വാസ്ഥ്യങ്ങളുണ്ട്. ഇവിടെയൊക്കെ മഴ പെയ്തു. സ്വത്തിനുമായിരിക്കും ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ ദിവസത്തിൻ്റെ ഉച്ച കഴിഞ്ഞ സമയത്ത് അവിടുത്തെ ദയയ്ക്കും അവിടുത്തെ കരുണയ്ക്കുമായിട്ട് ഞങ്ങളുടെ തിരുസന്നിധിയിലേക്ക് അടുത്തു വരുന്നു. കർത്താവേ, നീ ഞങ്ങളുടെ ജീവിതത്തിൽ ആദ്യോടന്തം കർത്താവേ നിങ്ങളെ പരിപാലിക്കുകയും സൂക്ഷിക്കുകയും ഈ ലോകത്തിൽ ഞങ്ങൾ എത്ര നാൾ ജീവിക്കണമെന്നും എന്തുകൊണ്ടും മാറ്റപ്പെടണമെന്നും ഒക്കെ മുന്നമേ കർത്താവെ അവിടുന്ന് ഞങ്ങളെ പറ്റി ഉദ്ദേശിച്ചിട്ടുള്ള സ്തോത്രം ചെയ്യുന്നു. പ്രിയ മാതാവിൻ്റെ ജീവിതത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ദീർഘവർഷങ്ങൾ ഈ ലോകത്തിൽ ജീവിച്ചു ദീർഘായുസ്സുകൊണ്ട് നിനക്ക് തൃപ്തി വരുത്തുമെന്ന് അരുളി ചെയ്തവനായ കർത്താവെ, അവിടുന്ന് ദീർഘായുസിനെ കൊടുത്തു കഷ്ടതകളും പ്രയാസങ്ങളും ഒന്നുമില്ലാതെ കർത്താവെ ഇത്രയും ജീവിക്കാനുള്ള കൃപ എൻ്റെ മോൾക്ക് കൊടുന്ന് കൊടുക്കും. മക്കളെയും കൊച്ചുമക്കളെയും ഒക്കെയും കാണുവാനും അതിൻ്റെ അനുഗ്രഹങ്ങളൊക്കെയും കാണുവാനും പ്രാപിക്കുവാനും ഒക്കെയും പ്രിയമാതാവിന് കൃപ കൊടുത്തു. കർത്താവെ, ഇവിടെയായിരുന്ന നാളുകൾ വളരെ പ്രത്യാശയോടുകൂടി നിന്റെ മകള് കർത്താവെ ഇവിടെ പാർത്തു നല്ല ശുശ്രൂഷ ലഭിക്കുവാൻ തക്കവണ്ണം അവിടുന്ന് സഹായിച്ചു. കിടന്ന് കഷ്ടപ്പെടാതെയും പ്രയാസപ്പെടാതെയും കർത്താവെ ഈ ലോകത്തിലെ ജീവിതം അവസാനിപ്പിച്ച് നിന്റെ രാജ്യത്തിലേക്ക് നീ വിളിച്ച് വേർതിരിച്ചതോർത്ത് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഇനിയുള്ള ശുശ്രൂഷകളൊക്കെ അനുഗ്രഹകരമാക്കി തീർക്കണമേ. മഴയുടെ കർത്താവെ പ്രതികൂല സാഹചര്യങ്ങളൊക്കെ ഉണ്ട് കർത്താവെ, എന്നാൽ ഞങ്ങൾ ഈ ശുശ്രൂഷയൊക്കെ അവസാനിപ്പിക്കുന്നതുവരെയും കാലാവസ്ഥയോട് നിയന്ത്രിച്ചുകൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു. തുടർന്നുള്ള ശുശ്രൂഷയിൽ അവിടുത്തെ സാന്നിധ്യം ഉണ്ടായിരിക്കണമേ. കടന്നു വന്ന പ്രിയപ്പെട്ടവർക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അയനസാറിനും കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദുഃഖത്തിലിരിക്കുന്ന ഭവനത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്ന പോലെ പ്രിയപ്പെട്ടവർ പല ഭാവങ്ങളിലായിട്ട് മാതാവിൻ്റെ വിയോഗത്തിൽ ദുഃഖിച്ചിരിക്കുന്നു. അവർക്കൊക്കെ ദൈവമായ ആശ്വാസത്തെ അവിടെ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പ്രത്യാശയോടുകൂടി കർത്താവെ ജീവിപ്പാൻ തക്കൊണ്ടതിനെ മകളെ സഹായിച്ചു. കർത്താവെ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഈ ലോകം വിട്ട് കടന്നു പോകുമ്പോൾ ഞങ്ങൾക്ക് സങ്കടവും പ്രയാസവും ഒക്കെ ഉണ്ട്. എന്നാൽ നിത്യമായ രാജ്യത്തിൽ തമ്മിൽ കാണാം എന്നുള്ള പ്രത്യാശയോടുകൂടി കർത്താവെ ഞങ്ങളെ യാത്ര അയക്കുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു.
തുടർന്നുള്ള ശുശ്രൂഷയിൽ ആദ്യ അവസാനം ഉണ്ടായിരിക്കണേ. കടന്നു വരുന്ന പ്രിയപ്പെട്ടവരെ എത്രയും വേഗം കൂട്ടി വരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ അനുഗ്രഹകരമായി നടക്കുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവമേ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ശുശ്രൂഷ ആരംഭിക്കുന്നു. കർത്താവെ ശുശ്രൂഷയിൽ കൂടെ ഇരിക്കണം. അതിനുശേഷം കർത്താവെ ആശുപത്രിയിൽ നടക്കുന്ന ശുശ്രൂഷ അനുഗ്രഹകരമായി തീരുവാൻ തക്കവണ്ണം അവിടുന്ന് സഹായിക്കണേ. എല്ലാ അനുഗ്രഹങ്ങളും തുടർന്ന് ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതയ്ക്കായ സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ താഴ്മയും വിനയമായി യാചിക്കുന്നു. ദൈവത്തോട് കേൾക്കുമാറാകണമേ. ആമേൻ. മഹത്വം ഉണ്ടാകട്ടെ. സെൻറ് തോമസ് ഇവാഞ്ചലിക്കൽ സഭയുടെ എല്ലാ ശുശ്രൂഷകൾക്കും മുമ്പായി അല്പസമയം ദൈവവചനത്തിൽ നിന്ന് പറയുന്ന ഒരു പതിവുണ്ട്. നമുക്കറിയാം, വചനം നമ്മുടെ ഓരോ സാഹചര്യങ്ങളിലും നമുക്ക് വിവിധമായ അനുഭവങ്ങൾ തരുന്നതാണ് ദൈവത്തിൻ്റെ വചനം. നമ്മൾ ആവശ്യത്തിലിരിക്കുമ്പോൾ വിശ്വാസത്തെക്കുറിച്ച് നമുക്ക് ഉറപ്പ് തരുന്നു. നമ്മൾ ദുഃഖത്തിലിരിക്കുമ്പോൾ ആശ്വാസത്തിൻ്റെ വചനം തരുന്നു. നമ്മൾ നമ്മുടെ മുമ്പോട്ടുള്ള ക്രിസ്തീയ യാത്രയിൽ നല്ല പ്രോമിസസ് ദൈവത്തിൻ്റെ വചനം തരുന്നു. ഇങ്ങനെ ഓരോ രീതിയിൽ ദൈവത്തിൻ്റെ വചനം നമുക്ക് അനുഗ്രഹമാകയാൽ ദൈവത്തിൻ്റെ വചനത്തിന് വളരെയധികം ഇമ്പോർട്ടൻസ് സെൻറ് തോമസ് ഇവാഞ്ചലിക്കൽ സഭയുടെ എല്ലാ ശുശ്രൂഷകളിലും നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് ഈ ശുശ്രൂഷയ്ക്ക് തൊട്ട് മുമ്പായിട്ട് ദൈവവചനത്തിൽ നിന്ന് അല്പമായി സംസാരിച്ചതിന് ശേഷം ശുശ്രൂഷ ആരംഭിക്കാമെന്നാണ് വിചാരിക്കുന്നത്. ആധാരമായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് 2 കൊരിന്ത്യർ 5-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളാണ്. നമ്മൾ പലപ്പോഴും എനിക്ക് തോന്നുന്നു